ഫുട്ബോളിൽ തൊള്ള കൊണ്ട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ ബാനർ ഉയർത്തിയിട്ടോ അല്ലെങ്കിൽ വംശീയാധിക്ഷേപം നടത്തിയിട്ടോ ഒന്നും അവനാ സപ്പോർട്ട് ചെയ്യുന്ന ടീമിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതിന് 2-3 തെളിവുകൾ റീസെൻ്റിൽ തന്നെ നമ്മളെ കൺമുന്നിൽ കണ്ടു അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു. ഒന്നാമത്തേത് റാഫിനയുടെ അർജന്റീനക്കെതിരെയുള്ള സംസാരം, കളത്തിനകത്തും പുറത്തും വെച്ച് അവരുടെ നേരിടും എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ഗോൾ വാങ്ങിയത്, അത് നല്ലൊരു തിരിച്ചടി തന്നെയാണ് റാഫിനൊക്കെ കിട്ടിയതിലെ. രണ്ടാമത്തേത് ഇന്നലെ എമി മാർട്ടിനസ് ഫ്രാൻസിൽ പോയി ഒരു ഇറക്കിറങ്ങി, നമ്മൾ കണ്ടല്ലോ ഫോട്ടോ. എങ്ങനെയാണ് അദ്ദേഹം ഇറങ്ങിയത്? അദ്ദേഹത്തിൻ്റെ 4 ട്രോഫികളും ചുമന്ന്, ഇൻ്റർനാഷണൽ ട്രോഫികൾ, 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനലിസ്റ്റന്മാർ, വേൾഡ് കപ്പും ചുമന്നുകൊണ്ടാണ് അദ്ദേഹം ഫ്രാൻസിൽ പോയി ഇറങ്ങിയത്. കൈ പിടിച്ച് കണ്ട് ഇറങ്ങിക്കല്ല, തൊപ്പിമ 4 ട്രോഫികളുടെയും ചിത്രം വെച്ചിട്ട് അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഫ്രാൻസിലെ അല്ലെങ്കിൽ PSG ആരാധകരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ചെന്നിറങ്ങി. എന്നിട്ടോ 3 ഗോളും കിട്ടി. എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മാർട്ടിനസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ 3 നിന്നതാണെന്ന് പറയാം ഗോള്. പിന്നെ ഇപ്പോൾ ലയണൽ മെസ്സിക്കെതിരെ ഒരു ബാനർ ഉയർന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. ലോസ് ഏഞ്ചൽസ് ആരാധകർ ഒരു ബാനർ ഗ്യാലറി ബുക്ക് ചെയ്യുന്നു, പെസ്സി എന്ന് എഴുതിയത്. അതിനെതിരല്ല, അതിന് മറുപടിയായിട്ട് ലയണൽ മെസ്സിനെ 2ാം പാദത്തിൽ 2 ഗോൾ അടിച്ചിട്ട് അവരെ നൈസായിട്ടാണ് പൊയ്ക്കോടി നിറങ്ങാണ്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്റർ മയാമി സെമിയിലെത്തിയിട്ടുണ്ട്. ക്വാർട്ടറിൽ അവരെ ലയണൽ മെസ്സി തന്നെ തറ പറ്റിച്ചു എന്നുള്ളതാണ്. ഫുട്ബോളിൽ ചൊടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിച്ചോ പ്രകോപിപ്പിച്ചിട്ടോ ഒന്നും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള തെളിവ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീക്കിൽ തന്നെ ദിവസങ്ങളിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും ലയണൽ മെസ്സിയുടെ 2 ഗോള്, 1.5 ഗോൾ അദ്ദേഹം ഈ പ്രായത്തിലും കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോം നിലനിർത്തുന്നു എന്നുള്ളത് കൂടി ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാവും. കാരണം 2 ഗോളാണ്, നിർണായക മത്സരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗം. അദ്ദേഹം തന്നെ വേണ്ടി വന്നു ഇന്റർ മയാമിയെ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലേ?